ദൈവത്തെക്കുറിച്ച് ഒരിക്കൽ പോലും കേട്ടിട്ടില്ലാത്ത ഒരു കുട്ടിക്കാലമായിരുന്നു അവളുടേത്. കാരണം അവളുടെ അപ്പൻ ഒരു നിരീശ്വരവാദിയായിരുന്നു. വിശ്വാസത്തിലേക്ക് കടന്നു വരാൻ ഇടയാകത്തക്ക വിധത്തിലുള്ള യാതൊരു സാഹചര്യവും അവൾക്കുണ്ടായിരുന്നില്ല. എന്നിട്ടും ദൈവത്തിന്റെ തീരുമാനം എന്നോണം അവൾ കത്തോലിക്ക വിശ്വാസിയായി. അതോടെ അവൾ തന്റെ പഴയകാലം എന്നേക്കുമായി വിസ്മരിക്കുമാറ് പുതിയ പേര് സ്വീകരിക്കുകയും ചെയ്തു. ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ നിരീശ്വരവാദിയും സ്വേച്ഛാധിപതിയുമായിരുന്ന സോവിയറ്റ് യൂണിയന്റെ ഭരണാധികാരി ജോസഫ് സ്റ്റാലിന്റെ മകൾ സ്വെറ്റ്ലിന അല്ലിലുവയുടെ ജീവിതകഥയുടെ ആമുഖമാണ് ഇവിടെ പറഞ്ഞത്. കമ്മ്യൂണിസ്റ്റ് ആദർശങ്ങളിൽ മുഴുകി ജീവിച്ച ഒരു കുടുംബ പശ്ചാത്തലത്തിൽ 1926 സ്വെറ്റ്ലിനയുടെ ജനനം. 20 ലെറ്റേഴ്സ് ടു എ ഫ്രണ്ട് എന്ന തന്റെ ആത്മകഥയിൽ തന്റെ കുട്ടിക്കാലത്തെക്കുറിച്ച് സ്വെറ്റ്ലിന എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഒരിടത്തും ദൈവമില്ലാത്ത, നിരീശ്വരവാദം അടക്കി ഭരിച്ച കമ്മ്യൂണിസ്റ്റ് റഷ്യയിലാണ് ഞാൻ എൻ്റെ ജീവിതത്തിലെ ആദ്യ 36 വർഷം ജീവിച്ചത്. നിരീശ്വരവാദികളായ മാതാപിതാക്കളും അധ്യാപകരുമാണ് ഞങ്ങളുടെ ചിന്തകളെയും വിദ്യാഭ്യാസത്തെയും രൂപപ്പെടുത്തിയത്. ആഴത്തിൽ ഭൗതികവാദം നിറഞ്ഞു നിന്ന ആ പശ്ചാത്തലത്തിൽ ഞങ്ങൾ ആരും ദൈവത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നതേയില്ല. പക്ഷേ സ്വെറ്റ്ലിനയുടെ ജീവിതത്തിലേക്ക് ദൈവം 2 മാലാഖമാരെ അയച്ചിട്ടുണ്ടായിരുന്നു. ജോസഫ് സ്റ്റാലിന്റെ അമ്മ എക്കട്രീനയും അദ്ദേഹത്തിന്റെ ഭാര്യയുടെ അമ്മ ഓൾഗയും. ഈ 2 വല്യമ്മമാരും സ്വെറ്റ്ലിനയുടെ ജീവിതത്തെ തങ്ങളുടെ ആത്മീയതയും ദൈവവിശ്വാസവും വഴി നവീകരിക്കുകയായിരുന്നു. അങ്ങനെയാണ് അവൾ പുതിയ സൃഷ്ടിയാകാനുള്ള പരിണാമത്തിലേക്കുള്ള യാത്ര ആരംഭിച്ചത്. ഇതിൽ എക്കട്രീനയുടെ ആഗ്രഹം മകനെ, അതായത് ജോസഫ് സ്റ്റാലിനെ ഒരു വൈദികനാക്കണമെന്നതായിരുന്നു. ദൈവത്തിലും സഭയിലും വിശ്വസിച്ച് പ്രാർത്ഥനയുമായി മുന്നോട്ടു പോയ ഒരു സാധു കർഷക സ്ത്രീയായിരുന്നു അവർ. പോരാഞ്ഞിട്ട് വിധവയും. ആത്മാവ്, ദൈവം എന്നീ വാക്കുകൾ താൻ ആദ്യമായി കേട്ടത് അമ്മയുടെ നാവിൽ നിന്നായിരുന്നുവെന്നും സ്വെറ്റ്ലിന പറയുന്നു. വിശ്വാസത്തിന്റെ വിത്തുകൾ തന്നിൽ പാകിയ 2 വല്യമ്മമാരെയും ഓർത്ത് സ്വെറ്റ്ലിന ആത്മകഥയിൽ നന്ദി പറയുന്നുണ്ട്. സ്വെറ്റ്ലിന ആദ്യമായി പ്രാർത്ഥിച്ചത് തന്റെ 18 വയസ്സുള്ള മകന് വേണ്ടിയായിരുന്നു. രോഗിയായ അവന്റെ സൗഖ്യത്തിനു വേണ്ടി. എനിക്ക് സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന മാത്രമേ അറിയുമായിരുന്നുള്ളൂ. ഞാൻ ആ പ്രാർത്ഥനയാണ് എൻ്റെ മകന്റെ രോഗസൗഖ്യത്തിനു വേണ്ടി ചൊല്ലിയത്. പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ദൈവം അവനെ സൗഖ്യപ്പെടുത്തി. അതോടെ ദൈവിക സാന്നിധ്യം എന്നെ പൊതിയുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു. അതിന്റെ ഒടുവിൽ 1962 മെയ് 20 റഷ്യൻ ഓർത്തഡോക്സ് ദേവാലയത്തിൽ വെച്ച് സ്വെറ്റ്ലിന ജ്ഞാനസ്നാനം സ്വീകരിച്ചു. എങ്കിലും 5 വർഷങ്ങൾക്ക് ശേഷം സ്വിറ്റ്സർലൻഡിൽ വെച്ചാണ് കത്തോലിക്കരുമായി ആദ്യമായി കണ്ടുമുട്ടുന്നത്. പിന്നീട് അമേരിക്കയിലേക്ക് പോയപ്പോൾ വിവിധ ക്രൈസ്തവ വിഭാഗങ്ങളുടെ വൈവിധ്യങ്ങൾ പരിചിതമായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെൻസിൽവാനിയയിലെ ഒരു കത്തോലിക്ക വൈദികൻ ഫാദർ ഗാർബോലുനിയുടെ ക്ഷണം തേടിയെത്തിയത്. ഫാത്തിമയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടതിന്റെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് ഫാത്തിമയിലേക്കുള്ള തീർത്ഥാടനത്തിനായിരുന്നു ക്ഷണം. പക്ഷേ ആ യാത്രയ്ക്ക് പോകാൻ സാധിച്ചില്ല. 1976 കാലിഫോർണിയയിലെ കത്തോലിക്ക ദമ്പതികളുമായുള്ള സൗഹൃദം ആരംഭിച്ചത്. അവരുടെ ഭക്തിയും വിശ്വാസ ജീവിതവും സ്വെറ്റ്ലിനയെ കത്തോലിക്ക വിശ്വാസ ജീവിതത്തിൽ ആഴപ്പെടുന്നതിനും കൗദാശികമായ ജീവിതം ആരംഭിക്കുന്നതിനും പ്രേരിപ്പിച്ചു. എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു തുടങ്ങിയതോടെ വ്യക്തിപരമായ നവീകരണം തന്നിൽ തുടങ്ങുന്നതായി സ്വെറ്റ്ലിന അറിഞ്ഞു. മുൻപ് എനിക്ക് ക്ഷമിക്കാനും പശ്ചാത്തപിക്കാനും കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ദിവസം തോറുമുള്ള ദിവ്യബലിയിലെ പങ്കാളിത്തം എന്നെ മാറ്റിമറിച്ചു. പരിശുദ്ധ കുർബാന എനിക്ക് ജീവിതത്തിന്റെ ഭാഗമായി. അതെന്റെ ഏറ്റവും വലിയ ആവശ്യമായി എന്ന് സ്വെറ്റ്ലിന എഴുതി. അമേരിക്കയിലേക്ക് കുടിയേറിയ സ്വെറ്റ്ലിന ഒരു അമേരിക്കക്കാരനെയാണ് വിവാഹം കഴിച്ചത്. പിന്നീട് ലാന പീറ്റേഴ്സ് എന്ന പേരിൽ അറിയപ്പെടാനും ആരംഭിച്ചു. 2011 നവംബർ 22 അമേരിക്കയിൽ വെച്ച് ക്യാൻസർ ബാധിതയായിട്ടായിരുന്നു അന്ത്യം. കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന ജോസഫ് സ്റ്റാലിന്റെ ഇളയ സന്താനവും ഏക മകളുമായ ലാന പീറ്റേഴ്സിന്റെ ആത്മീയ യാത്രയുടെ വഴികൾ നമുക്കെന്നും അതിശയമായി അവശേഷിക്കുന്നു.